കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച 40-കാരിയുടെ നിപ പരിശോധനാ ഫലം നെഗറ്റീവ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. മസ്തിഷ്ക രോഗബാധയുമായി വരുന്നവരിൽ നിപ പരിശോധന നടത്താറുണ്ട്. നേരത്തെയും അത്തരത്തിൽ ചില രോഗികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേർന്നുണ്ട്. ഗോകുൽ, എന്തുതന്നെയായാലും ജനങ്ങളുടെ ഒരു ആശങ്ക ഇതോടെ ഒഴിയുകയല്ലേ? ആശങ്ക ഒഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറം കുറ്റിപ്പുറം സ്വദേശിയായിട്ടുള്ള 41-കാരിയെ ചില രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മലപ്പുറത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ പനിയും മറ്റു ലക്ഷണങ്ങളുമായി പ്രവേശിപ്പിച്ച രോഗിയുടെ രോഗം ഭേദമാവാത്തതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തത്. ഇത്തരത്തിൽ നേരത്തെ നിപ ഹോട്ട്സ്പോട്ടുകളായി പട്ടികപ്പെടുത്തിയിരുന്ന സ്ഥലത്ത് നിന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ സ്രവങ്ങളൊക്കെ പരിശോധനയ്ക്ക് അയക്കുന്ന ഒരു സാഹചര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ട്. നേരത്തെയും കഴിഞ്ഞ ആഴ്ചയും 3 പേർക്ക് ഇത്തരത്തിൽ മസ്തിഷ്ക ജ്വരത്തിനും നിപ്പയ്ക്കുമൊക്കെ സമാനമായ ലക്ഷണങ്ങളോടെ വന്ന ആളുകളെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിരുന്നു. നിപ്പ ഉൾപ്പെടെയുള്ള എന്തെങ്കിലും രോഗമുണ്ടോ എന്ന പരിശോധനയ്ക്കാണ് ഇത്തരത്തിൽ സ്രവം സ്വരൂപിക്കുകയും അത് പരിശോധനയ്ക്ക് അയക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരത്തിലുള്ള പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിപ്പയല്ല എന്ന അറിവിലേക്ക് അല്ലെങ്കിൽ സ്ഥിരീകരണത്തിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ എത്തിയിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല എന്നാണ്. നേരത്തെ തന്നെ മെനിഞ്ചൈറ്റിസ്, മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള രോഗബാധയുമായി വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിന്റെ ലക്ഷണമുള്ള ആളുകളെയും ഈ നിപ്പ ഉൾപ്പെടെയുള്ള രോഗമുണ്ടോ എന്ന പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ ഭാഗമാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത് എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള രോഗലക്ഷണങ്ങളുമായി വരുന്ന ആളുകൾക്ക് എന്തായാലും ഏതാണ് രോഗമെന്ന് സ്ഥിരീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന മാത്രമാണ് നടത്തിയത്. ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്ന വിവരമാണ് ആശുപത്രിയിൽ നിന്ന് എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. വിഷ്ണു, ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.